ും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഇനി അംശഭാഷ 1 മുതൽ 24 വരെയുള്ള വാർഡുകളിൽ ക്രമമായിട്ട് ആളുകളെ വിളിച്ച് സത്യപ്രതിജ്ഞ ചെയ്യും. പഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഉണ്ണികുളം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട വത്സല എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ഫസീല അസ്ലഹ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയോ മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കരിങ്കാളി വാർഡിൽ നിന്നും, അതായത് 7ാം വാർഡിൽ നിന്നും രഞ്ജിത്ത് ഭാസ്കരൻ മാനവീയം ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ. ഉണ്ണികുളം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട രഞ്ജിത്ത് ഭാസ്കരൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. 8ാം വാർഡിൽ പ്രതിജ്ഞ ചെയ്യുകയാണ്. ഉണ്ണികുളം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട സാജിദ പി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. 10ാം വാർഡിനെ പ്രതികരിക്കുകയാണ് ശ്രീമതി ആതിര മാധവൻ ആനപ്പാറയ്ക്കൽ ക്ഷണിക്കുകയാണ്. അവരെ ഏറെ ബഹുമാനത്തോടെ. ഉണ്ണികുളം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ആതിര മാധവൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കച്ചിലിക്കാലയിൽ അബ്ദുള്ള മാസ്റ്റർ കാന്തപുരം 11ാം വാർഡിനെ പ്രതികരിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ക്ഷണിക്കുകയാണ് അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടെ. ഉണ്ണികുളം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട കച്ചിലിക്കാലിൽ അബ്ദുള്ള എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് സർവശക്തനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. ലതിക കൈതേരിപ്പൊയിൽ ഇരുമ്പൂട്ടുപയിൽ വാർഡിനെ പ്രതികരിച്ചുകൊണ്ട്, അതായത് 12ാം വാർഡിനെ പ്രതികരിച്ചുകൊണ്ട് പ്രതിജ്ഞ ചെയ്യുകയാണ്. ഉണ്ണികുളം ഗ്രാമത്തെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക വിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു.
ഉണ്ണിവിള ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട നിഖിൽ രാജ് എന്ന ഞാൻ നിയമാനുസൃതമായ നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാര അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെ മമതയും ഉദ്ദേശവും കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക നിർവഹണങ്ങൾ വിശ്വസ്തവും പരമാവധിയും കഴിവും പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. വള്ളിയോത്ത് 15ാം വാർഡിനെ പ്രതിനിധിച്ചുകൊണ്ട് കൊല്ലരികണ്ടി അബ്ദുൾ റഷീദ് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ. ഉണ്ണികുളം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അബ്ദുൾ റഷീദ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് സർവശക്തനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. മങ്ങാട് അധ്യക്ഷൻ ആറോ അവർ, അതുപോലെ തന്നെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട 2025-30 വർഷത്തേക്ക് 5 വർഷക്കാലത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, പഞ്ചായത്ത് ജീവനക്കാർ, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച ആറുകളുടെ ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സഹോദരന്മാര്, 2025-30 വർഷത്തേക്ക് 5 വർഷക്കാലത്തേക്ക് ഓരോ വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഇന്നലെ വരെ അവർ സ്ഥാനാർത്ഥികളായിരുന്നു. ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് അവർ ജനപ്രതിനിധികളായി മാറിയിരിക്കുകയാണ്. നേരത്തെ അധ്യക്ഷ പ്രസംഗത്തെ ആരോ പറഞ്ഞതുപോലെ ഇന്നലെ വരെ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായിരുന്നെങ്കിൽ ഇന്ന് തൊട്ട് അവർ അവരുടെ വാർഡുകളിലെ എല്ലാവരുടെയും മെമ്പർമാരാണ്. അത് കൊണ്ട് തന്നെ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ വാർഡിന്റെ പുരോഗതിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് നമ്മുടെ പഞ്ചായത്തിനെ മാതൃകാപരമായ ഒരു പഞ്ചായത്താക്കി മാറ്റാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആദ്യമായി ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നേരത്തെ സുഭാഷ് പറഞ്ഞതുപോലെ വോട്ട് ചേർക്കൽ തൊട്ട് തിരഞ്ഞെടുപ്പ് വരെ ഉള്ള പ്രക്രിയയിൽ പങ്കാളികളായിട്ടുള്ള ഉദ്യോഗസ്ഥർ, ഏറ്റവും വലിയ കോഴിക്കോട് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ പഞ്ചായത്തായ ഉണ്ണികുളം പഞ്ചായത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ വോട്ട് ചേർക്കൽ പ്രക്രിയക്ക് നേതൃത്വം നൽകിയ പഞ്ചായത്തിലെ ഇലക്ഷൻ ടീമിനെ നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ്. അങ്ങനെ ഉണ്ണികുളം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. സത്യപ്രതിജ്ഞ കാര്യം കൂടെ വന്നാണ് ഗൾഫിൽ സത്യപ്രതിജ്ഞ ഇങ്ങോട്ട് എത്തിയാണോ? എന്താണ് പറയാൻ? അടിപൊളി അടിപൊളി ഗംഭീരല്ലേ? 5 വർഷം തകർക്കണം. അങ്ങനെ ഉണ്ണികുളം പഞ്ചായത്ത് ഭരണസമിതി അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ച നാസർ മാഷ് നമ്മോടൊപ്പമുണ്ട്. നാസർ മാഷ് പറഞ്ഞോളൂ, എങ്ങനെ വളരെ ഗംഭീരമായിട്ട് ഈ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞല്ലോ അല്ലേ? വളരെ നല്ല രീതിയിൽ ഉണ്ണികുളം ഗ്രാമപഞ്ചായത്തിലെ 24 വാർഡിൽ 13 എണ്ണം നേടിക്കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി അധികാരം നേടിയിരിക്കുകയാണ്.
കഴിഞ്ഞ കാലങ്ങളിൽ സമാസമായിരുന്ന സ്ഥാനത്ത് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഈ അവസരത്തിൽ നേടിയിരിക്കുന്നത്. നടക്കില്ലാതെ മുന്നോട്ട് പോകാൻ പുതിയ ഭരണസമിതി സാധിക്കും. ഈ പ്രദേശത്തിൻ്റെ പഞ്ചായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് നല്ലൊരു ഭരണത്തിൻ്റെ തുടക്കം കുറിക്കും എന്നാണ് ഞങ്ങൾ. വരുന്ന 5 വർഷങ്ങൾ അത്രയും ജനക്ഷേമ പദ്ധതികളുടെ നടപ്പിലാക്കും. അടുത്ത UDF ഭരണം വന്നു കഴിഞ്ഞാൽ വിവിധ മേഖലയിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പഞ്ചായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ട എല്ലാ നടപടിക്രമങ്ങളും മുന്നോട്ട് കൊണ്ടുപോകും. ഞങ്ങളുടെ ടാർഗറ്റ് 3 ടേമായി കുണ്ടുകുളം പഞ്ചായത്ത് UDF ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അടുത്ത 5 വർഷത്തേക്കുള്ള ഭരണം പിടിച്ചെടുക്കാനുള്ള പദ്ധതികളാണ് UDF മുന്നോട്ട് വെക്കുക എന്ന കാര്യം കൂടി ഓർമ്മിക്കുകയാണ്. 25 വർഷം ഞങ്ങൾ ലക്ഷ്യമാണ്. 25 വർഷം UDF തുടർച്ചയായി ഭരണം നേടുക എന്ന് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന കാര്യം കൂടി ഇവിടെ ഉറപ്പിച്ച് പറയാൻ UDF കൺവീനർ എന്ന നിലയ്ക്ക് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ താങ്ക് യു മിസ്റ്റർ ഫസൽ വാരിസ്. നമ്മുടെ പെരിന്തൽമണ്ണ MLA-യുടെ പ്രധാനപ്പെട്ട ആളാണ്. എന്താണ് ഈ ഇലക്ഷൻ? നല്ലൊരു തെരഞ്ഞെടുപ്പാണ് നടന്നത്. അതിൽ UDF വ്യക്തമായ ആധിപത്യത്തിൽ വന്നിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ്യം എന്നുള്ള ആ ഒരു തിയറി പ്രാവർത്തികമാക്കാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ താങ്ക് യു. നമ്മുടെ അബ്ദുള്ള മാസ്റ്റർ ഉണ്ടായിരുന്നു ഇലക്ഷൻ ജനങ്ങൾ നമ്മുടെ കൂടെ വികസനത്തിനാണ് എല്ലാ വിഭാഗത്തിലും കൂടെ പക്ഷെ അല്ല ഹാപ്പിയിലാണല്ലോ അല്ലേ? ഹലോ, എന്തൊക്കെയാണ് ഇലക്ഷൻ എല്ലാം കഴിഞ്ഞ് ഇന്ന് കുണ്ടുകുളം ഗ്രാമപഞ്ചായത്തിലെ 24 മെമ്പർമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് ഇനി നാടിനും നാട്ടുകാർക്കും നന്മ ചെയ്യുന്ന രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നല്ലൊരു ഗ്രാമപഞ്ചായത്തായിട്ട് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും നല്ലൊരു ഗ്രാമപഞ്ചായത്തായിട്ട് കുണ്ടുകുളം ഗ്രാമപഞ്ചായത്ത് മാറട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ്. എന്താണ് സാറല്ലേ? പറയൂ. കുണ്ടുകുളം ഗ്രാമപഞ്ചായത്തിലെ ഏകദേശം 24 വാർഡുകളായിട്ട് നടന്ന തെരഞ്ഞെടുപ്പ് കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും വലിയൊരു പഞ്ചായത്താണ് കുണ്ടുകുളം പഞ്ചായത്ത്. കുണ്ടുകുളം പഞ്ചായത്തിൽ ഇത്രയും നല്ല രീതിയിൽ തിരഞ്ഞെടുപ്പ് നടത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ പ്രവർത്തകരും ഉദ്യോഗസ്ഥന്മാർക്കും വളരെയധികം നന്ദി അറിയിക്കണം. ഇന്ന് നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എല്ലാവിധ ഭാവുകങ്ങളും നേടുകയാണ്. അതോടൊപ്പം തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന മെമ്പർമാർക്ക് ഈ വരുന്ന 5 വർഷക്കാലം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ഫസൽ പറയൂ. ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 24 ജനപ്രതിനിധികൾക്ക് കുണ്ടുകുളം പഞ്ചായത്തിനെ നല്ല രീതിയിൽ നല്ല വികസനത്തിലേക്ക് കേരളത്തിൽ തന്നെ നമ്പർ 1 പഞ്ചായത്താക്കി മാറ്റാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, ഉസ്മാമാഷ് പറയൂ. സത്യപ്രതിജ്ഞ വളരെ ഗംഭീരമായി നല്ലൊരു ടീമായി 24 ആൾക്കാരും നല്ല കഴിവുള്ള പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ്. ഈ വർഷം ഈ പഞ്ചായത്തിനെ മുന്നോട്ട് നയിക്കാൻ പറ്റിയ യോഗ്യതയും പ്രാഗൽഭ്യമുള്ളവരാണ്. അതെ. അതുകൊണ്ട് നല്ലൊരു ഭരണം 5 വർഷം മുന്നോട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ മാഷേ, ഗംഭീരല്ലേ? വളരെ ഹാപ്പിയിലല്ലേ? ഓക്കെ. കരീമാഷേ, ഹാപ്പി അല്ലേ? എന്തൊക്കെ പറയാനുള്ളത്? അതെ. അപ്പൊ ഈ ഭരണസമിതി ഗംഭീരമായിട്ട് പോകും അല്ലേ? ഓക്കെ. അപ്പൊ ഏതായാലും നമ്മുടെ മെമ്പർ കരീമാഷ് വളരെ ഹാപ്പിയിലാണ്. മുൻ മെമ്പർ